ഒരിക്കൽ അനസ് റളിയല്ലാഹു തആല അൻഹുവും ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചിലരും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പോയിട്ട് പറഞ്ഞു, فقال لها الرجل يا ام المؤمنين اے ام المؤمنين حدثني عن الزلزلة. ഈ ഭൂമി കുലുക്കവും ഭൂകമ്പവും ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ കാരണം, ഒന്ന് വിവരിച്ചു തരുമോ എന്ന് ബഹുമാനപ്പെട്ട മഹദി അവர்களോട് ചോദിച്ചു. ബഹുമാനപ്പെട്ട മഹദി അവர்கள் പറഞ്ഞു, إذا استباحوا الزنا وشربت الخمور وضربوا بالمعازف فقال للأرض تزلزلي. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല എന്ന പറയാണ്, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടി, ഇദസ്തബാഹു അസ്സിന, വ്യഭിചാരം അത് സർവ്വസാധാരണമായി ജനങ്ങൾ കണ്ടാൽ, സർവ്വസാധാരണം. നമ്മളിപ്പോൾ ശാരീരികമായുള്ള ബന്ധം മാത്രമല്ല വ്യഭിചാരം, ഇന്ന് നമ്മൾ ഒരാളും മറ്റൊരാളെ സ്നേഹിക്കുന്നത്, പ്രണയിക്കുന്നത്, ഇതെല്ലാം ഒരു തരത്തിൽ അതൊരു വ്യഭിചാരം തന്നെയാണ്. അങ്ങനെ വ്യഭിചാരം സർവ്വസാധാരണം, ഒരു പാവമേ അല്ലാത്ത നിലയിൽ ആണ് കാണുമ്പോൾ, വശുരിബത്തുൽ ഖുമൂർ, മദ്യം സർവ്വസാധാരണമായി നടക്കുമ്പോൾ, മദ്യം സർവ്വസാധാരണമായി കുടിക്കപ്പെടുമ്പോൾ, റോഡിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്ക്. മാവേലി സ്റ്റോറിൽ പോയി ക്യൂ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കൂല, റേഷൻ കടയിൽ പോയി അരി വാങ്ങാൻ പറഞ്ഞാൽ ക്യൂ നിൽക്കൂല. അതല്ലാതെ റോഡിന്റെ സൈഡിൽ വണ്ടി പോലും പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ആക്സിഡന്റ് നടന്നു, ഇല്ല, മറിച്ച് അതബും മര്യാദയോടും കൂടി ബിവറേജസ് കോർപ്പറേഷന്റെ മുന്നിൽ ക്യൂ ആണ്. പലതരത്തിലുള്ള മദ്യം കുടിപ്പിക്കപ്പെടും. പാട്ടും കോപ്രായങ്ങളും അതുപോലുള്ള ആഡംബരങ്ങളും അതേപോലുള്ള സംഗീത സന്ധ്യകളുമെല്ലാം ഈ ലോകത്ത് നടമാടിയാൽ അല്ലാഹു തആല ഭൂമിയോട് പറയും, തസൽസലി, നീ ഒന്ന് കുലുങ്ങടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് പറയും. അങ്ങനെ ചെറുതായിട്ട് അല്ലാഹു തആല കുലുക്കുമ്പോ എല്ലാവരും പെട്ടെന്ന് മടങ്ങി പടച്ചവനിലേക്ക് മടങ്ങി, ഇല്ല അല്ലാ, ഞങ്ങളെല്ലാം തൗബ ചെയ്തു അല്ലാ, ഞങ്ങളെല്ലാം മാപ്പാക്കണേ അല്ലാ എന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അവർ രക്ഷപ്പെടും. മറിച്ച് വീണ്ടും അവർ പഴയ അവസ്ഥയിൽ തന്നെയാണ്, ഈ പാട്ടും കൂത്തുമായിട്ട് തന്നെയാണ് അവർ കഴിയുന്നതെങ്കിൽ അവരുടെ മേലേക്ക് ആ ഭൂമിയെ മറിച്ചിടുമെന്ന് ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണ് പാട്ട് കേൾക്കൽ. അത് നിങ്ങൾക്കറിയോ? വ്യഭിചാരം ഒരാൾ പോയി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പേടിയാ. ഇതാ പാട്ട് അങ്ങനെയല്ല, ഒന്ന് കേട്ടാൽ അടുത്ത് വേണ്ടി കേൾക്കണം, പിന്നെയും കേൾക്കണം, മണിക്കൂറുകളോളം അതിനു വേണ്ടി സമയം ചെലവാക്കും. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് അധികരിക്കുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ. വ്യഭിചാരമല്ല, വ്യഭിചരിച്ച ഒരു വ്യക്തിയെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാപട്യത്തിന്റെ ഉടമ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ സംഗീതം കേൾക്കുന്ന ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അവൻ കാപട്യത്തിന്റെ ഉടമയാണ്. അപ്പൊ ഏതാ കൂടുതൽ ഈ നാട്ടിൽ വ്യാപിക്കുന്നത്? 6:30 ആവുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സീരിയൽ അങ്ങ് വർദ്ധിക്കല്ലേ. അല്ലാഹുവിന്റെ ശിക്ഷ ഉണ്ടാവോ ഇല്ലയോ നിങ്ങൾ ചിന്തിച്ചോ. ഞാൻ പറഞ്ഞു എന്റെ വാക്കല്ല, അത് വേറെ വലിയ ഹദീസുണ്ട്, 1-2 വലിയ ഹദീസുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമുക്കിവിടുത്തെ ഭൗതികമായ വിഭവങ്ങള്, ഇവിടുത്തെ പാട്ട്, ഇവിടുത്തെ കൂത്തുകള്, ഇവിടുത്തെ ഉത്സവങ്ങള്, ഇവിടുത്തെ ആഹ്ലാദങ്ങള്, ഇവിടുത്തെ എല്ലാ സുഖാനുഭൂതികളിൽ അവർ തൃപ്തരാണ്. ഇനി ആഖിറമില്ല, അല്ലാഹ് ഇല്ല, നാളെ മഹ്ശർ ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇതൊക്കെ ഇവിടെ വെച്ച് അവസാനിക്കാണ്. അതുകൊണ്ട് സുഖിച്ചോ. അവരെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അശ്രദ്ധരാണ്. ഇങ്ങനെ അശ്രദ്ധരാകുമ്പോൾ അല്ലാഹു തആല ദൃഷ്ടാന്തം ഈ ലോകത്തേക്ക് അയക്കും. എന്തിന്? പേടിപ്പിക്കാൻ. വമാ നുർസിലു ബിആയാതിനാ ഇല്ലാ തഖ്വീഫാ. അല്ലാഹു ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത് എന്തിന്? നമ്മെ ഭയപ്പെടുത്താൻ, നമ്മെ പേടിപ്പിക്കാൻ. ഇപ്പൊ ഭൂമി കുലുക്കമില്ല, ഭൂകമ്പമില്ല, പ്രളയമില്ല, മറ്റ് കാലാവസ്ഥയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല കാലാവസ്ഥ, നല്ല വെള്ളം, നല്ല അന്തരീക്ഷം. അല്ലാഹ് വിളിക്കൂ? നമ്മള് നിസ്കാരത്തിന്റെ സഫുകൾ എത്ര കാണും? എത്ര പേര് അല്ലാഹ് വിളിക്കും? എത്ര പേർക്ക് അല്ലാഹുമായിട്ട് ബന്ധം ഉണ്ടാവും? നല്ല സുഖം. എന്തിനാ അല്ലാഹ് വിളിക്കണം? തിന്നാനും കുടിക്കാനും ജീവിക്കാനും സൂഹിക്കാനും എല്ലാ സംവിധാനം അല്ലാഹ് ചെയ്തു തരുന്നു. ഇനി എന്തിനാ അല്ലാഹ് വിളിക്കണം? അപ്പൊ അങ്ങനെ സുഖലോലുപരായി കഴിയുമ്പോൾ പടച്ചവൻ ഒരു പിടിപിടിക്കുന്നതാണ് ഇതേപോലുള്ള കുലുക്കങ്ങള്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹുവിലേക്ക് അടുക്കും. അതിനല്ല പറഞ്ഞത് വമാ നുർസിലു ബിആയാതിനാ ഇല്ലാ തഖ്വീഫാ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന ഈ ദൃഷ്ടാന്തങ്ങൾ, ഈ കുലുക്കങ്ങളും ഈ പ്രളയങ്ങളും എല്ലാം നിങ്ങളെ പേടിപ്പിക്കാനാണ്. നമ്മൾ പേടിച്ചില്ലേ?
നമ്മൾ പേടിച്ച് ജുമാക്കെല്ലാം ദ്വാരത്തില്ലേ, അല്ലാത്ത ദിവസങ്ങളെല്ലാം കുനൂത്തോതിയില്ലേ, എല്ലാവരും ഒന്നടങ്കം പേടിച്ചില്ലേ, മൊത്തത്തിൽ പേടിച്ചില്ല, എല്ലാം മുങ്ങി പോകുമോ, തകർന്നു പോകുമോ. എന്നിട്ടിപ്പോ എന്താ വേറെ പല പ്രതിഭാസങ്ങളും. പേടി തീർന്നിട്ടില്ല. പേടി വിടേണ്ട. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞു ഭൂമി വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? മൊത്തം വറ്റുന്നു. പെരിയാറിന്റെ ഈ കരയിൽ നിന്ന് മറുകരയിലേക്ക് നടന്നു പോകുന്നു ആൾക്കാർ. കാലം പോയ പോക്ക്, മുട്ടുവരെയുള്ള വെള്ളം. ആലോചിച്ച് നോക്കണം. ഇത് വെള്ളം വറ്റി, കിണറുകളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങൾ, എന്താ സംഭവിക്കാൻ പോകുന്നത്? പടച്ചവൻ പറയുന്ന ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ആഖിറത്തിൽ നിങ്ങൾ അല്ലാഹെ കണ്ടുമുട്ടുവോ ഇല്ലയോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ? അങ്ങനെ ഇല്ല എന്ന് പറയുന്നവർക്ക് ദൃഷ്ടാന്തമാണ്. ഇതിനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഭയപ്പെടുത്തുന്ന അല്ലാഹു തആല പറയാൻ. അങ്ങനെ അല്ലാഹെ കണ്ടുമുട്ടുകയില്ല എന്ന് വിശ്വസിക്കുന്നവർ ഉലൈക മഅവാഹുമുൻ നാർ, ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ. അവർ സമ്പാദിച്ചതിന്റെ ഫലമായി അവരുടെ സങ്കേതം നാളെ നരകമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹെ കാണുകയില്ല. ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം, ഇതൊക്കെ ചുമ്മാ പ്രകൃതിയുടെ വികൃതികളാണ്, ഇതൊക്കെ അങ്ങോട്ട് പോകും, പിന്നെയും വരും, എല്ലാം വരും, ഇതൊക്കെ പ്രശ്നമുള്ളതല്ല എന്ന് ധരിച്ച് കഴിയുന്നവർക്ക് അള്ളാഹു തആല പറയുന്ന മറുപടി, ഇവർക്ക് നാളെ എന്താ ഉള്ളത്? ഉലൈക മഅവാഹുമുൻ നാർ, അവരുടെ സങ്കേതം നരകമാണ്. ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചു കൂട്ടിയതിന്റെ പ്രതിഫലം നരകമാണ്. നഊദുബില്ലാഹ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഇത്രയും പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന കുറെ നല്ല ആളുകളുണ്ട്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് യഹ്ദീഹിം റബ്ബുഹും ബീമാനിഹിം തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ ഫീ ജന്നാത്തിൻ നഈം. അല്ലാഹുവിനെ വിശ്വസിച്ച് ജീവിക്കുന്നവർ, സത്കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നവർ, സദാസമയവും അല്ലാഹ് ഉണ്ട്, അവന്റെ ശിക്ഷ ഇറങ്ങും, അവനെ നമ്മൾ ഭയപ്പെടണം, നാളെ ആഖിറമുണ്ട്, നമ്മൾ മരിച്ചു പോകും, ബർസഖിയായ ജീവിതമുണ്ട്, അതുകൊണ്ട് നമുക്ക് അല്ലാഹയെ ഭയപ്പെട്ട് ജീവിക്കണം. സാലിഹായ അമൽ ചെയ്യുന്നവർ, അല്ലാഹയെ വിശ്വസിക്കുന്ന മാത്രമല്ല സാലിഹായ അമൽ ചെയ്യുന്നവർ, യഹ്ദീഹിം റബ്ബുഹും ബീമാനിഹിം, അവരുടെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അള്ളാഹു അവർക്ക് സന്മാർഗത്തിന്റെ വഴി എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹു അവരെ പഴപ്പിക്കൂല. അവരുടെ വിശ്വാസം, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് ഇബാദത്ത് എടുക്കണം, എന്റെ റബ്ബിനെ കഴിഞ്ഞിട്ട് എനിക്ക് ദുനിയാവിൽ എന്തും ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഒരു മനുഷ്യരിലുണ്ടോ, യഹ്ദീഹിം റബ്ബുഹും ബീമാനിഹിം, അല്ലാഹു തആല അവന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അവന്റെ സന്മാർഗത്തിന്റെ വഴികൾ എളുപ്പമാക്കി കൊടുക്കും. അവനെ പഴപ്പിക്കൂല അല്ലാഹ്. എന്നിട്ട് അല്ലാഹു തആല അവന് പറയുന്ന വാഗ്ദാനം എന്താണ്? തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ ഫീ ജന്നാത്തിൻ നഈം, അരുവികൾ ഒഴുകുന്ന നഈം എന്ന പൂങ്കാവനത്തിന്റെ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇവർക്ക് പ്രവേശനവും നൽകും. അൽഹംദുലില്ലാഹ്. അല്ലാഹു കൊണ്ട് നമ്മളെ പെടുത്തട്ടെ. അതിനാണ് നമ്മുടെ ഈ ഓതുന്ന, നിസ്കരിക്കുന്ന, ഇബാദത്ത് എടുക്കുന്നൊക്കെ ആ ജന്നാത്തുൻ നഈമിൽ എത്തിപ്പെടാനാണ്. ഭൗതികമായ ലോകമല്ല. ഇതൊക്കെ ഖല്ലീവല്ലി, ഏത് സമയം നഷ്ടപ്പെട്ടു, ഇതൊന്നുമല്ല നമ്മുടെ ജീവിതം. ഒരിക്കലും അസ്തമിക്കാത്ത ആ നാട്, അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. ഫീ ജന്നത്ത്, അതാണ് നമ്മുടെ തറവാട്, അതാണ് നമ്മുടെ തറവാട്. നമ്മുടെ മടക്കം തറവാട്ടിലേക്കായിരിക്കണം. ആ തറവാടിനെ മറന്ന് ജീവിക്കുമ്പോൾ അള്ളാഹ് പിടിച്ച് കുലുക്കുന്ന കുലുക്കത്തിലാണ് നമ്മളിപ്പോ കുടുങ്ങിപ്പോയത്. ഫീ ജന്നാത്തിൻ നഈം, അവിടേക്ക് കയറിയാൽ ദഅവാഹും ഫീഹാ സുബ്ഹാനക, دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. ഇവിടെ നമ്മൾ എങ്ങനെ കണ്ട് സലാം പറയുന്നുവോ, ഇവിടെ നമ്മൾ എങ്ങനെ അല്ലാഹുവെ സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുന്നുവോ, അതേപോലെ മറക്കൂല സത്യവിശ്വാസി. അവന് സ്വർഗത്തിന്റെ ഉന്നതമായ പദവി അവന് ലഭിച്ചാലും അവന് തന്ന ഈ ജഗത്തിന്റെ ഉടമസ്ഥനെ, സ്വർഗത്തിന്റെ ഉടമസ്ഥനെ അവൻ മറക്കയില്ല. അവിടെ കയറിയാലും അല്ലാഹ് നീ പരിശുദ്ധനാണ്, അല്ലാഹ് നീ മഹോന്നതനാണ്, അല്ലാഹ് നീ ഉന്നതനാണ്, അല്ലാഹ് നീ ഉത്കൃഷ്ടനാണ് എന്ന് പറയും. അതാണ് സാലിഹീങ്ങൾ.
അല്ലാതെ സ്വർഗം കിട്ടുമോ അളിയ എല്ലാം കഴിഞ്ഞ് ഇനി വാ നമുക്ക് നമ്മുടെ പരിപാടിക്ക് എടാ ഊറിയെ കണ്ടില്ലല്ലോ, ബൈക്കെട് വണ്ടിയെട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അതല്ല, സ്വർഗത്തിൽ കയറുമ്പോഴും അല്ലാഹയെ മറക്കൂല. അതാണ് സാലിഹ്യങ്ങൾ, അതാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ. നിഅമത്ത് കിട്ടുമ്പോൾ മറക്കാൻ പാടില്ല എന്നർത്ഥം. ഇവിടെ നമുക്ക് നിഅമത്ത്, ഭൗതികമായ ലോകത്ത് നിഅമത്ത് കിട്ടിയപ്പോൾ നമ്മൾ അല്ലാഹയെ മറന്നു. അപ്പോഴാണ് അള്ളാന്റെ പിടി വന്നത്. അത് അല്ലാഹു എന്ന് പറയുന്ന വാക്കാണ്. وَإِذَا مَسَّ الْإِنسَانَ الضُّرُّ دَعَانَا لِجَنبِهِ أَوْ قَاعِدًا أَوْ قَائِمًا فَلَمَّا كَشَفْنَا عَنْهُ ضُرَّهُ مَرَّ كَأَن لَّمْ يَدْعُنَا إِلَى ضُرٍّ مَّسَّهُ كذلك زين للمسرفين ما كانوا يعملون. എത്ര സ്പഷ്ടം അല്ലാഹു ഖുർആനിൽ പറയും, എത്ര സ്പഷ്ടം. സുഖലോലുപനായിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അല്ലാഹു വിളിക്കൂലേ, അതാ അല്ലാഹു പറഞ്ഞത്. വഇദാ മസ്സൽ ഇൻസാന അൽളുർ, ഒരു മനുഷ്യനൊരു വിപത്ത് ബാധിച്ചാൽ, ഒരു മനുഷ്യനൊരു ദുഃഖം ബാധിച്ചാൽ, ഒരു വേദന ബാധിച്ചാൽ, ഒരു പ്രയാസം ബാധിച്ചാൽ, ദാനാ, അവൻ നമ്മെ വിളിക്കുകയാണ്. ലിജംബിഹി, ചരിഞ്ഞ്, ഔ ഖാഇദ, ഇരുന്ന്, ഔ ഖായിമാ, നിന്നുകൊണ്ട് റബ്ബിനെ അവൻ വിളിക്കുകയാണ്. എപ്പോ? വെള്ളം പൊങ്ങണം, ഭൂമി കുലുങ്ങണം, കൊടുങ്കാറ്റടിക്കണം, വീടിന്റെ ഓടളകി തെറിച്ചു പോണം, അപ്പം വിളിക്കും അല്ലാ അല്ലാ അല്ലാ. ഇരുന്നാലും അല്ല, നിന്നാലും അല്ല, കിടന്നാലും അല്ല, നടന്നാലും അല്ല. എന്തെങ്കിലും ആരെങ്കിലും ഒരു സൗഹൃദത്തിന് വന്നാൽ ഇപ്പൊ അതിനുള്ള സമയമില്ല, പ്ലീസ് എന്നെ ശല്യപ്പെടുത്തല്ലേ, എന്റെ റബ്ബിലേക്ക് ഞാൻ മടങ്ങാണ്, അള്ളാഹുവിന്റെ എന്തോ വലിയ ശിക്ഷ വരികയാണ്. മൊത്തത്തിൽ അല്ല, കുല്ലുൻ അല്ല, കുല്ലും ബില്ല, കുല്ലുൻ ലില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൊത്തത്തിൽ അല്ലാഹ്. ശരിയല്ലേ? നമുക്ക് സുഖം കിട്ടുമ്പോൾ നമ്മൾ അല്ലാഹയെ മറന്നു പോകും. പക്ഷെ എല്ലാ നിഅമത്ത് നമുക്ക് അല്പം അല്ലാഹ് ഒന്ന് പിടിച്ചു വെച്ചു. അപ്പൊ എന്ത് ചെയ്യും? ദാനാ, റബ്ബിനെ വിളിക്കുകയാണ്. നമ്മൾ വിളിച്ചില്ലേ, ശരിയല്ലേ? ഇവിടെ ഖുനൂത്തോതി, ജുമാക്ക് ഖുനൂത്തോതി ചരിത്രം ഉണ്ടോ? ളുഹർ നമസ്കാരത്തിൽ ഖുനൂത്തോതി ചരിത്രം ഉണ്ടോ? നമ്മൾ ജുമാക്ക് മുമ്പ് സമയമെടുത്ത് ദിക്ർ ചൊല്ലി അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ തേടിയ ചരിത്രം. ഇതെന്തിനാ ഇത്? അള്ളാഹ് നിന്നെ ഞങ്ങളെ പിടിച്ചു കുലുക്കാണില്ലേ, നീ ഞങ്ങളെ പേടിപ്പിക്കാനില്ലേ, നീ ഞങ്ങളെ വേദനിപ്പിക്കാനില്ലേ, മതിയല്ല, നിർത്തല്ല. ദാനാ, അവർ നമ്മോട് ചോദിക്കുന്നു. അള്ളാഹ് പറയാണ്, അവരെല്ലാരും ഒരുമിച്ച് ചോദിച്ചല്ലേ, അവരെല്ലാവരും നമ്മളോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതല്ലേ, ഞാൻ അവരുടെയൊക്കെ നേതാവും ജേതാവും രക്ഷിതാവും അല്ലേ. എൻ്റെ ദാസന്മാർ എന്നോട് കണ്ണുനീരോടുകൂടി ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുനീര് തുടയ്ക്കേണ്ട ബാധ്യത ഒരു രക്ഷിതാവ് എന്ന നിലയിൽ എൻ്റെ കടമയാണ്. ശരി, ഞാൻ അതിൽ നിന്നെല്ലാം അവരെ മഴ നിർത്ത്, അവർക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്തുകൊട്, അവരെ നല്ല നിലയിൽ അവരെ ജീവിപ്പിക്ക്. എല്ലാ സൗകര്യങ്ങളും അള്ളാഹു വീണ്ടും മടക്കി കൊടുത്തു പഴയതുപോലെ. فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مسه. വെള്ളപ്പൊക്കമൊക്കെ മാറി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വീട്ടിൽ വന്ന് പഴയ TV ഒക്കെ ഒന്ന് ഓണാക്കി നോക്കി, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, കേബിളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ സംഭവം. ഇങ്ങനൊരു വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായിട്ടുമില്ല, ഇങ്ങനൊരു ഭൂകമ്പം ഇവിടെ സംഭവിച്ചിട്ടുമില്ല, ഇങ്ങനൊരു പ്രളയം നമ്മളെ വേദനിപ്പിച്ചിട്ടുമില്ല. പഴയ രീതിയിലേക്ക് ഇവൻ മടങ്ങി വരികയാണ്. ശരിയല്ലേ? ശരിയല്ലേ? ഇപ്പൊ എന്താ സംഭവം നടക്കുന്നത്? മൊത്തം മനുഷ്യൻ പാട്ടായി, കൂത്തായി, ആഹ്ലാദമായി, ഉത്സവമായി. ക്യാമ്പിൽ പോലും അല്ലാഹയെ പേടിയില്ല. പടച്ചവനെ എത്രയൊക്കെ ശിക്ഷ നൽകിയല്ലോ. കല്യാണ സദസ്സുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പ്രളയത്തിന് ശേഷം എത്രയോ ആഡംബരങ്ങളും ആർഭാടങ്ങളും അനാചാരങ്ങളും നമ്മുടെ മുസ്ലിം ഉമ്മത്തിനിടയിൽ കൊണ്ടാടപ്പെടുന്നുവെങ്കിൽ ആലോചിക്കണം. അള്ളാഹ് പറഞ്ഞ വാക്കാണ്, ഇവന്റെ കണ്ണുനീര് നിലവിളിയും കേട്ടിട്ടാണ് ഞാൻ ഇവനെ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുവന്നത്. പക്ഷേ അവൻ ഇപ്പോഴതാ ഇങ്ങനെ ഒരു സംഭവം ബാധിച്ചിട്ടേ ഇല്ല എന്ന മട്ടിലാണ് അവന്റെ പോക്ക്. فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مسه كذلك زين للمسرفين ما كانوا يعملون. ആഡംബരപ്രിയർക്ക്
ഇത് തന്നെയാണ് നല്ലതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. പിന്നെ അത് കൂടുമ്പം അടുത്ത പിടിയായിട്ട് ഞാൻ പിറകിലേക്ക് വരും. മനുഷ്യന്റെ അവസ്ഥ ഇത് തന്നെയാണ്. നന്മ കിട്ടുമ്പോ ഇതല്ല എന്റെ കഴിവാന്ന് പറയും, തിന്മയാണെങ്കിൽ അള്ളാന്റെ ഭാഗത്ത് നിന്നാന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കൊരു നന്മ കൊടുത്താൽ, അവൻ അനുഗ്രഹം ചൊരിഞ്ഞാൽ അല്ലാഹു എന്നെ അനുഗ്രഹിച്ചു എന്ന് അവൻ പറയും. വഅമ്മാ ഇദാ മബ്തലാ ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി യഹാനൻ. അവന് കൊടുക്കുന്ന റിസ്ഖ് അല്ലാഹു ഒന്ന് പിടിച്ചു വെച്ചു, അവന് കൊടുക്കുന്ന ലാഭം അല്ലാഹു കുറച്ചു. അവൻ അല്ലാഹു വാരിക്കോരി കൊടുത്തിരുന്നതിൽ ചെറിയ മാന്ദ്യം സംഭവിപ്പിച്ചു. ഉടനെ ആ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹു എന്നെ നിന്ദിച്ചിരിക്കുകയാണ്. അല്ലാഹു എന്നെ പരീക്ഷിച്ചു, അല്ലാഹു എന്നെ പരീക്ഷിച്ചു. വാരിക്കോരി കൊടുത്തപ്പോ പ്രശ്നമല്ല, ഇപ്പൊ കൊടുത്തതിൽ അല്ലാഹു ഇച്ചിരി പിടിക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു, അഹാനനി, അല്ലാഹു എന്നെ നിന്ദിക്കുകയാണ്, അല്ലാഹു എന്നെ നിന്ദിക്കുകയാണ്. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. فإذا مس الإنسان ضر دعانا ثم إذا خولناه به نعمة قال إنما أوتيته على علم بل هي فتنة ولكن أكثرهم لا يعلمون. ഒരു മനുഷ്യനൊരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം അല്ലാഹു കൊടുക്കുകയും ആ ബുദ്ധിമുട്ട്, ആ പ്രയാസത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കുകയും അവൻ നമ്മിലേക്ക് അടുക്കുകയും അവൻ വിളിക്കുകയും ഒക്കെ ചെയ്ത് ആ കണ്ണുനീര് കണ്ടിട്ട് അവന് നാം അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്താൽ ഇവൻ പറയും, ഇന്നമാ ഊതീതുഹു അലാ ഇൽം. ഇതൊന്നും അള്ളാന്റെ നിന്ന് കിട്ടിയൊന്നുമല്ല, ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് വന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്, ഇത് ആ പള്ളിക്കാർ കൊണ്ട് വന്നത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്, ആ മീൻപിടുത്തക്കാർ വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്, ഹെലികോപ്റ്റർ വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്, അവർ വന്നതുകൊണ്ട് രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നില്ല. മനുഷ്യന്റെ വാക്കാണ്, അങ്ങനെ പറയും. ഇത് ഞങ്ങളുടെ കഴിവുകൊണ്ട്, ഞങ്ങളുടെ അറിവുകൊണ്ട് സംഭവിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടു വന്നത്. ബൽ ഹിയ ഫിത്ന വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഇല്ല, ഇത് വലിയ ഫിത്നയാണ്, ഇനി പലത് സംഭവിക്കാൻ പോകുന്നുള്ളൂ, പക്ഷെ അറിയുന്നില്ലല്ലോ ഈ ജനങ്ങൾ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരാണ് അറിയുന്നില്ലല്ലോ, ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ. അതാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അജബൽ ലി അംറിൽ മുഅ്മിൻ ലാ യഖ്ളി ലഹു ഖളാ ഇല്ലാ കാന ലഹു ഖൈറാ. ഒരു സത്യവിശ്വാസിയെ അപേക്ഷിച്ചിടത്തോളം അവന്റെ കാര്യം അത്ഭുതമത്രേ. എന്താണ് അത്ഭുതം? അള്ളാഹു അവന് ഏതെങ്കിലും ഒരു ആപത്തോ ഒരു അനുഗ്രഹമോ അള്ളാഹു അവന്റെ മേൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാ കാന ഖൈറൻ ലഹു, അത് ആ സത്യവിശ്വാസിയെ അപേക്ഷിച്ചിടത്തോളം അത് നന്മയാണ്. ഇൻ അസാബതുഹു ളറാ സ്വബറ فكان خيرا له وإن أصابته سراء شكر فكان خيرا له كما قال رسول الله صلى الله عليه وسلم. ഒരു സത്യവിശ്വാസി അപേക്ഷിച്ചിടത്തോളം അവന് ഒരു ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ഒരു പരീക്ഷണമാണ് അവൻ നേരിട്ടതെങ്കിൽ സ്വബറ, അവനത് ക്ഷമിക്കും. ഇത് എന്റെ റബ്ബിന്റെ ഭാഗത്തുനിന്ന് വന്നതാണ്, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ അവന്റെ ഒരു പരീക്ഷണമാണ് എന്നവൻ ധരിക്കും, എന്നിട്ട് ക്ഷമിച്ചിരിക്കും. ഇനി നന്മയാണ് അവന് ലഭിച്ചതെങ്കിൽ, അവന് ഗുണമാണ് ലഭിച്ചതെങ്കിൽ, അവന് സന്തോഷമാണ് ലഭിച്ചതെങ്കിൽ, അവൻ എല്ലാ നിലയ്ക്കുമുള്ള ഭൗതികമായ അനുഗ്രഹങ്ങളാണ്, അഭിവൃദ്ധിയാണ് ലഭിച്ചതെങ്കിൽ ശക്കറ, അവൻ അള്ളാഹുവിന് വേണ്ടി നന്ദിയുള്ളവനായിരിക്കും. മനസ്സിലായില്ലേ? ബുദ്ധിമുട്ട് വരുമ്പോ ക്ഷമിക്കും, അനുഗ്രഹം വരുമ്പോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, ഇത് എന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു തന്നതാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു മുഅ്മിനെ അത്ഭുതപ്പെടുത്തുന്ന വാക്ക്. വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ, ഈ ഒരു ക്വാളിറ്റി സത്യവിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കുമില്ല, ഉണ്ടാവുകയില്ല. ഈ ഒരു ക്വാളിറ്റി ബുദ്ധിമുട്ട് വരുമ്പം
അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ക്ഷമിക്കണം എന്ന ഒരു മനോധൈര്യം. ഖൈർ നിഅമത്തുകൾ വരുമ്പം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്, അൽഹംദുലില്ലാഹ് ഇത് അവൻ തന്നതാണ് എന്നുള്ള ഒരു സന്തോഷ വർത്തമാനം അതും നമ്മൾ പറയണം. ഇത് രണ്ടും മുഅ്മിനീങ്ങളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതാണ് ഒരു മുഅ്മിന്റെ കാര്യം, അത്ഭുതം എന്ന് പറയുന്നത്. ബക്കറ്റ് ആരും ഇടാത്ത എല്ലാവരും ഇടും, പറയണം ഉസ്താദിനെ കൊണ്ട് പറയിച്ചെങ്കിൽ ഇടുള്ളൂ. സദഖകളൊക്കെ ചെയ്യും, കൂടുതൽ ചെയ്യും. വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുക, വെള്ളമെല്ലാം തീർന്നു മൊത്തം. ഇനി അടുത്ത അതാബന്ധമൊക്കെ ഇറങ്ങാൻ പോകും. പൊന്നാനിയിൽ കടൽ രണ്ടായി, എന്നിട്ട് അതിന്റെ നടുക്ക് പോയി സെൽഫി എടുക്കുക. അതാ രസം നമ്മുടെ കൗമിന്റെ അവസ്ഥ. അതല്ലേ രസം, അതല്ലേ പഠിക്കാത്തതല്ലേ ഖുർആന്റെ ആയത്തുകൾ. ഇതൊക്കെ ഓരോന്ന് ആയത്തുകൾ അതീതത്തിൽ ഗവേഷണം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു ഇവിടെ ഒന്നും നിൽക്കത്തില്ല, ഇനി എന്തൊക്കെ വലിയ വലിയ അതാബുകൾ ഇറങ്ങാൻ പോകുന്നതാണ്. അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ. അതാണ് പേടി വരുന്ന സുഹൃത്തുക്കളെ, പേടി വരുന്നു, ഭയങ്കരമായ പേടി. അവർക്കെന്ത് പേടി? അള്ളാഹയെ ഭയമില്ലാത്തവനും ആഖിറത്തിനെ കുറിച്ച് വിശ്വാസമില്ലാത്തവനും എന്ത് ഭയം, അവനെന്ത് പേടി? അവന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻ കാലഘട്ടങ്ങളിൽ പലരുടെ മേലും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കിയിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണമെന്ന് അള്ളാഹു തആല നമുക്കൊരു പാഠം തരികയാണ്. وَلَقَدْ أَهْلَكْنَا الْقُرُونَ مِنْ قَبْلِكُمْ لَمَّا ظَلَمُوا وَجَاءَتْهُمْ رُسُلُهُمْ بِالْبَيِّنَاتِ وَمَا كَانُوا لِيُؤْمِنُوا كَذَلِكَ لِنَجْزِي الْقَوْمَ الْمُجْرِمِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. പരിശുദ്ധ ഖുർആനെ എന്താ പറയാത്തത്? ഏത് വിഷയങ്ങളാ മാറ്റിവെക്കാൻ കഴിയുക? ഇന്ന് ഈ ലോകത്ത് എന്ത് നടന്നാൽ അതൊക്കെ ഇതിനകത്തുണ്ട് സംഭവം. ഇനിയൊന്നും പുതിയതായിട്ട് ആയത്തിറങ്ങൂല. മുഹറം മാസമായിട്ട് പ്രത്യേക ആയത്തൊന്നും ഇറക്കിയതൊന്നുമല്ല ഇത്. വലഖദ് അഹ്ലക്നൽ ഖുറൂന മിൻ ഖബ്ലികും ലമ്മാ വലമൂ. അഹങ്കാരികളായിരുന്നവരുടെ സമൂഹത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശിക്ഷകൾ കൊണ്ട് പരിചയപ്പെടുത്തിയ ചരിത്രം ഖുർആൻ നമ്മെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് മുൻഗാമികളായ സമൂഹം അക്രമം പ്രവർത്തിച്ചപ്പോൾ അവരെ നാം നശിപ്പിച്ചു. വെറുതെയല്ല. വജാഅതുഹും റസുലുഹും ബിൽ ബയ്യിനാത്ത്. അവരുടെ അരികിലേക്ക് പ്രവാചകന്മാരെ, ദൂതന്മാരെ കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ലാഹ് അല്ലാതെ ഒരു ഇലാഹില്ല, അവനാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം. ഈ ലോകത്തെ സൃഷ്ടിച്ച് സംഹരിച്ച് സംഹാരകർത്താവ് അവൻ തന്നെയാണ്. അവനാണ് നമുക്ക് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് വെള്ളം തരുന്നവൻ, അവനാണ് മഴ നൽകുന്നവൻ, അവനാണ് ഈ മഴ നിർത്തുന്നവൻ, അവനാണ് രോഗം തരുന്നവൻ, ഈ രോഗത്തെ ശിഫയാക്കുന്നവനും അവനാണ്. അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ നമിക്കണേ, അവന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യണേ, അവന്റെ മുന്നിൽ പ്രണാമം അർപ്പിക്കണേ, അവന് വേണ്ടി നിങ്ങൾ വിധേയരാകണമേ. എല്ലാ പ്രവാചകന്മാരും ഒന്ന് പറഞ്ഞു കൊടുത്തു. അള്ളാഹ് ഒരുവനേ ഉള്ളൂ, അള്ളാഹ് ഒരുവനേ ഉള്ളൂ, അള്ളാഹ് വിശ്വസിക്കണം, അള്ളാഹ് വിശ്വസിക്കണം, അള്ളാഹ് വിശ്വസിക്കണം. എല്ലാ പ്രവാചകന്മാരും വന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. വജാഅതുഹും റസുലുഹും ബിൽ ബയ്യിനാത്ത് പറഞ്ഞു കൊടുത്തു. നമുക്കും വന്ന് എല്ലാരും പറഞ്ഞു തന്നില്ലേ? എല്ലാ വെള്ളിയാഴ്ചയും മിമ്പർ മെഹ്റാബുകളും ഇത് ഗർജിക്കുന്നില്ലേ? ഈ ആയത്തുകളും ഹദീസുകളും കേൾക്കുമ്പോൾ നമ്മൾ ഇരുന്ന് ഉറക്കം നടിക്കുകയല്ലേ? എന്നിട്ട് കേട്ടിട്ട് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടേ ഇല്ലല്ലോ എന്ന മട്ടിലല്ലേ നമ്മുടെ പവറ്? അങ്ങനല്ലേ നമ്മുടെ നടത്തം, അങ്ങനല്ലേ നമ്മുടെ ചരിത്രം? ആലോചിച്ച് നോക്ക്. അല്ലാഹു തആല പറഞ്ഞ വാക്ക്, പ്രവാചകന്മാർ ഇവർക്കിടയിലേക്ക് ദഅവത്തും പ്രബോധനവുമായി കടന്നു വന്നിട്ട് വമാ കാനൂ ലിയുഅ്മിനൂൻ വമാ കാനൂ മുഅ്മിനീൻ. അവർ വിശ്വസിച്ചിട്ടില്ല. ഞാനും വിശ്വസിച്ചില്ല, നിങ്ങളും വിശ്വസിച്ചില്ല. വെറുതെയല്ല അല്ലാഹു തആല ഒരു സമൂഹത്തിലേക്ക് ശിക്ഷ ഇറക്കിയത്, വെറുതെയല്ല ഒരു നാടിനെ നശിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എല്ലാ ആധാരങ്ങളും തെളിവോടുകൂടി എന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രവാചകന്മാർ ഇവർക്കിടയിലേക്ക് ഇറങ്ങിയപ്പോ അവർ പുച്ഛഭാവത്തോടു കൂടിയാണ് അത് കണ്ടത്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത എല്ലാ ഭൗതിക സുഖങ്ങളെയും ഞാൻ ഒറ്റ പിടിപിടിച്ചു. അത്ര ഞാൻ ചെയ്തുള്ളൂ, അത്രേ അല്ല ഇവിടെയും ചെയ്തുള്ളൂ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാക്കറിയോ? أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور فكأي من قرية وهي ظالمة فهي خاوية على عروشها وبئر معطلة
മുഅത്തലത്തിൻ വഖസ്രിൻ മശീദ് വബിഇരിൻ മുഅത്തലത്തിൻ വഖസ്രിൻ മശീദ്. എത്ര ഗ്രാമങ്ങള് നാം നശിപ്പിച്ചു. നിങ്ങളൊന്ന് പോയി നോക്ക്. പാഴായ കിണറുകൾ, ചളി കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഉപയോഗശൂന്യമായ കിണർ കാണാം. ചെങ്ങന്നൂര് കണ്ടില്ലേ, ആലുവയിൽ കണ്ടില്ലേ, ഇടുക്കിയിൽ കണ്ടില്ലേ? അല്ലാഹു പറഞ്ഞ വാക്കല്ലേ ഇത്? എന്താ ഈ അത്ഭുത പ്രതിഭാസമായിട്ട് ഇറക്കിയ ആയത്താണോ? അല്ല. ഉപയോഗശൂന്യമായ കിണർ, ഇന്നലെ വെള്ളം കോരി കുടിച്ചുകൊണ്ടിരുന്ന കിണർ ഇന്ന് ചെളി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വലിയ വലിയ ബഹുനില കെട്ടിടങ്ങൾ താഴേക്ക് നിലംപതിച്ചു കിടക്കുന്നു. ഭൂമി അതിനെ വിഴുങ്ങിയിരിക്കുന്നു. 3 നില കെട്ടിടം അടിമാലി ടൗണിൽ നിന്ന് താഴേക്ക് തെന്നിമാറി അടുത്ത വ്യക്തിയുടെ വസ്തുവിൽ പോയി നിൽക്കുന്നു. പറഞ്ഞ വാക്കാൻ എത്രയെത്ര വീടിന്റെ മട്ടുപ്പാവ് സമുച്ചയം പൊട്ടി തകർന്ന് താഴെ വീണു. എത്ര വീടിന്റെ മേൽക്കൂരകളൊക്കെ തകർന്നു കിടക്കുന്നത് കാണണോ? പോ. അല്ലാഹു പറഞ്ഞ വാക്ക. നിങ്ങൾ ഈ വഴികളിലൂടെ സഞ്ചരിച്ചു പോകണേ. എന്തിനാണ്? فَتَكُونَ لَهُمْ قُلُوبٌ يَعْقِلُونَ بِهَا أَوْ آذَانٌ يَسْمَعُونَ بِهَا. ചിന്തിക്കാൻ നിങ്ങൾക്കൊരു ഹൃദയം ഉണ്ടാവും, ഇതിനെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്കൊരു കാതുണ്ടാകും. പോ, സഞ്ചരിച്ചു നോക്ക്. അവിടെ പോകുമ്പോൾ ആ നാട്ടുകാരൊക്കെ പറയും ഇതെങ്ങനെ സംഭവിച്ചു, എന്താ സംഭവിച്ചത്, കാരണം എന്താ പറയും. പോ. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്തറിയോ? നമ്മള് പോകും, ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരും. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. ഈ അത്ഭുത പ്രതിഭാസങ്ങൾ മുഴുവനും എന്റെ ദാസന്മാര് കണ്ടിട്ട് പാഠം ഉൾക്കൊള്ളുന്നില്ല. അവരുടെ കണ്ണിനല്ല അന്ധത ബാധിച്ചത്, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കണ്ണുകൾക്കാണ് അന്ധത ബാധിച്ചതെന്ന് അല്ലാഹ്. ഇത് കണ്ടിട്ട് 3 നില വീടിന്റെ താഴെ അവിടെ നിന്ന് പോയി സെൽഫി എടുക്കുക ഒരുത്തൻ. നമ്മള് പോയി. അപ്പൊ ഒരാൾ പറഞ്ഞ അവിടെ വീട് നീ പൊട്ടിപ്പോ, താഴേക്ക് വീട് സൂക്ഷിച്ചു മാറ്. അതവർക്ക് വിഷയമല്ല, അവർക്കൊരു വിഷയമല്ല അത്. അവിടെ ഫോട്ടോ എടുക്കാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു പറയുന്ന വാക്കല്ലേ ഇത്? ഇല്ല, ഈ മനുഷ്യൻ പഠിക്കുന്നില്ല. ഇവന്റെ കണ്ണിനല്ല അന്ധത ബാധിച്ചത്, ഖൽബിനാണ് അന്ധത ബാധിച്ചത്. മുജാഹിദ് റഹ്മഹുല്ലാഹ് പറയുകയാണ്, ലികുല്ലി ഇൻസാനിൻ അർബഉ അഅ്യുൻ. മനുഷ്യർക്ക് എത്ര കണ്ണുണ്ട്? 4 കണ്ണുണ്ട്. മനുഷ്യർക്ക് 4 കണ്ണുണ്ട്. ലികുല്ലി ഇൻസാനിൻ അർബഉ അഅ്യുൻ ഐനാനി ഫീ റഅസിഹി. 2 അവന്റെ തലയോട് ചേർന്ന് അവന്റെ മുഖത്തിരിക്കുന്നു. വഐനാനി ഫീ ഖൽബിഹി. 2 അവന്റെ ഖൽബിലുണ്ട്. അതുകൊണ്ടാണ് കണ്ണിൽ പതിഞ്ഞത് ഖൽബിൽ പൊട്ടി നിൽക്കുന്നത്. മനസ്സിലായില്ലേ? 2 കണ്ണ് അവന്റെ മുഖത്തുണ്ട്. ഈ 2 കണ്ണ് എന്തിനാണ്? ഐനാനി ഫീ റഅസിഹി ലിദുനിയാഹു, ദുനിയാവിന്റെ കാര്യങ്ങൾ നോക്കാൻ. വഐനാനി ഫീ ഖൽബിഹി ലിആഖിറതിഹി, ആഖിറത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഖൽബ്, ആഖിറത്തിലേക്ക് ചിന്തിക്കാൻ അവന്റെ കണ്ണല്ല ഖൽബിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് അവന്റെ ഖൽബിലാണുള്ളത്. فإن عميت عينا رأسه وأبصرت عينا قلبه فلم يضره شيئا. ഭൗതികമായ അവന്റെ മുഖത്തുള്ള 2 കണ്ണ് കാണുകയും അവന്റെ ഭൗതികമായ 2 മുഖത്തുള്ള അവന്റെ കണ്ണ് അന്ധത ബാധിക്കുകയും അവന്റെ ഖൽബിലുള്ള 2 കണ്ണ് തുറന്നിരിക്കുകയും ചെയ്താൽ പ്രശ്നമില്ല, അവന് പ്രശ്നമില്ല, അവൻ ഒരു രോഗവും ബാധിച്ചിട്ടില്ല എന്നർത്ഥം. മറിച്ച് فإن عميت عينا قلبه وأبصرت عينا رأسه فلم ينفعه نظره شيئا. അവന്റെ ഭൗതികമായ 2 കണ്ണുകൾ തുറന്നിരിക്കുകയാണ്. ആത്മീയമായ ഖൽബിന്റെ ഉള്ളിലുള്ള 2 കണ്ണ് അടഞ്ഞു പോയെങ്കിൽ ഫലം യൻഫഉഹു നളറഹു ശൈആ, അവനെ ഭൗതികമായ എന്ത് അത്ഭുത പ്രതിഭാസങ്ങൾ അവന്റെ മുന്നിൽ കണ്ടാലും അവനത് പുല്ലുവിലയാണ്. കാരണം എന്താ?
എന്റെ കൽബിലുള്ള കണ്ണടഞ്ഞുപോയി, കൽബിലുള്ള കണ്ണടഞ്ഞുപോയി. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ ഇത്രത്തോളം അത്ഭുത പ്രതിഭാസങ്ങൾ നടന്നിട്ട് നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്ക്. അല്ലാഹു തആല പറഞ്ഞു, അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ, അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള കണ്ണുകൾക്കാണ് അന്ധത ബാധിച്ചത്. എന്ന് പറഞ്ഞാൽ കൊണ്ടാലും കണ്ടാലും പഠിക്കൂല എന്നർത്ഥം. മനസ്സിലായോ? മനസ്സിലായില്ലേ? അതായി പറഞ്ഞു വരുന്നതിന്റെ ആശയം മനസ്സിലായില്ലേ? ഇത്ര കൊണ്ടാലും പഠിക്കൂല, കണ്ടാലും പഠിക്കൂല എന്നർത്ഥം. കാരണം എന്താ? ഈ കണ്ണിനല്ല അന്ധത ബാധിച്ചത്, അകത്തുള്ള കണ്ണിന് തിമിരം ബാധിച്ചു, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല. അത് ബാധിച്ചാൽ നമ്മൾ തകർന്നു. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് എന്തെങ്കിലും ബാധിച്ചു പോയി സംഭവം, അതങ്ങനെ ബാധിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതികമായ ലോകത്ത് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിലനിർത്തിക്കൊണ്ട് ശിക്ഷകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ എന്താണ് പോംവഴി? എന്താണ് പോംവഴി? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിപൂർണമായി വിശ്വസിക്കുക, ഈമാൻ നിലനിർത്തുക, അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. അവൻ നമുക്ക് ചെയ്ത ഭൗതികമായ ഈ ദുനിയാവിൽ നമുക്ക് ചെയ്ത ശാരീരികമാകട്ടെ സാമ്പത്തികമാകട്ടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുക. പഠിച്ചവൻ പറയുന്നു, മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമാ. നിങ്ങളെ അള്ളാഹു പിടികൂടുകയില്ല, ശിക്ഷിക്കുകയില്ല. ഇൻ ശകർതും, നിങ്ങൾ അവനോട് നന്ദിയുള്ളവരായാൽ, വആമൻതും, നിങ്ങൾ അവന്റെ പ്രത്യയ ശാസ്ത്രത്തിൽ വിശ്വസിച്ചാൽ, ഈമാനുള്ളവരായാൽ, തഖ്വ ഉള്ളവരായാൽ, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ശിക്ഷിക്കൂല എന്ന് ഖുർആൻ അവൻ തന്നെ പറയുന്ന വാക്കാണ്. വകാന അല്ലാഹു ശാകിറൻ അലീമാ. നമ്മൾ നന്ദി കാണിക്കുന്ന പോലെ അള്ളാഹ് നമ്മളോട് നന്ദി കാണിക്കും. നമ്മൾ നന്ദി ഉള്ളതുപോലെ പടച്ചവൻ നമ്മളോട് നന്ദി കാണിക്കും. നമ്മൾ ഇത്ര ഇബാദത്ത് വലാ ഹുസ്നിൻ ഹത്താ യഹത്തൽ ഹമ്മി യുഹിമ്മുഹു ഇല്ലാ കുഫിറ മിൻ സയ്യിആതിഹി കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപേക്ഷിച്ചിടത്തോളം അവൻ നേരിടുന്ന വേദനകള്, വ്യതകള്, രോദനങ്ങള്, ക്ലേശങ്ങള്, കഷ്ടപ്പാടുകള്, ദുഃഖങ്ങള്, പ്രയാസങ്ങള്, മനോവേദനകള്, മാരകമായ രോഗങ്ങള്, ഇതെല്ലാം ഒരു സത്യവിശ്വാസിയെ കടന്നുകൂടിയാൽ, ഒരു സത്യവിശ്വാസിക്ക് ഏർപ്പെട്ടാൽ, ഇല്ലാ കുഫിറ ബിഹി മിൻ സയ്യിആതി, ആ വേദനയുടെ പേരിൽ അല്ലാഹു അവന്റെ പാവങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയില്ല. ഒരു പനി വന്നാലും പാവം പൊറുക്കും. ഒരു പനി വന്നാൽ 3 ദിവസം നമ്മുടെ പാവം അത്രയാ. 3 ദിവസം കൊണ്ട് അള്ളാഹു അതിങ്ങനെ ചൂട് കൊണ്ട് അതിനെ കത്തിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കരിച്ചു കളയും പാവം. കാലിലൊരു മുള്ളുകൊണ്ട് പാവം അള്ളാഹു കരിച്ചു കളയും. വേദന സഹിക്കാൻ വയ്യ, കല്ലിന്റെ വേദന, കരളിന്റെ വേദന, കിഡ്നിയുടെ വേദന, ക്യാൻസറിന്റെ വേദന, മാരകമായ വേദന, ഈ വേദനകൾ സഹിക്കുന്നില്ല. ആ സഹിക്കാതെ വേദനയോടുകൂടി നീ അല്ലാ എന്ന് വിളിക്കും തോറും നിന്റെ പാവം ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കാൻ, ക്ലിയർ ചാറ്റ്, അത് മൊത്തം അല്ല ക്ലിയർ അടിച്ച് കളയാൻ. പേടിക്കണ്ട. അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്, നബിയുടെ റസൂൽ ഞങ്ങൾ പറഞ്ഞ വാക്കാണ്. ഒരു അസുഖം വന്നാൽ, ഒരു വേദന വന്നാൽ, ഒരു പ്രയാസം വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുണ്ടായ പാപങ്ങളെ മുഴുവൻ ഡിലീറ്റ് ആക്കാൻ. പേടിക്കണ്ട, ഒരിക്കലും വേദനിക്കണ്ട. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, സന്തോഷത്തിന്റെ വാക്കാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇതേപോലുള്ള ശിക്ഷകൾ അല്ലാഹു പിടിക്കാനുള്ള കാരണം എന്ത്? അതാഉൽ ഖർസാനി റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഇദാ അകല റിബാ. നല്ലപോലെ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പൊ ഭൂമി കുലുക്കമൊക്കെ തുടങ്ങി, കേരളത്തിലൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു, അവിടെ ഇവിടെ ഒക്കെ സംഭവിച്ചു എന്നൊക്കെ പറയാണ്. ഭൂമി കുലുക്കം, ഭൂമി താഴ്ത്തുക, പിന്നെ കടലിലെ കായലിലൊക്കെ വെള്ളം പറ്റുക, ഇതൊക്കെ സംഭവിക്കുന്ന, കടൽ ഉൾവലിയുക. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളെ ഗവേഷണം ചെയ്തിട്ട് ബഹുമാനപ്പെട്ട അത്താ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ അകല റിബാ കാനൽ ഖസ്ഫു വസ്സൽസല. പലിശ ഉപയോഗം കൂടിയാൽ ഖസ്ഫ്, ഇതേപോലെ ഭൂമി വിണ്ടുകീറുക, ഭൂമിയിൽ താഴ്ത്തപ്പെടുക, ഭൂമി കുലുക്കമുണ്ടാവുക, ഇത് സംഭവിക്കും.
വഇദാ ജാറൽ ഹുക്കാമു ഖുഹിതൽ മതർ. നീതിപീഠത്തെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്, നീതിപീഠത്തെയാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. ആ കോടതിയിൽ പോലും ജനങ്ങൾക്ക് നീതി കിട്ടാത്ത ഒരു സാഹചര്യം വന്നാൽ ഖുഹിതൽ മതർ, മഴ പിടിച്ചു വെക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട അത്താഹ് റളിയല്ലാഹു അൻഹു. മഴ ഇട്ടൂല, ശരിയല്ലേ? നീതി ഇല്ലല്ലോ. എവിടെ നീതി ഉള്ളേ? അതൊക്കെ ചർച്ച ചെയ്യാൻ പോയി ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും. 6 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണേ നബിയുനാ റസൂലുള്ളാഹി. അതിൽ ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വബൈഅൽ ഹുക്ം, നീതിപീഠത്തെ കച്ചവട ചരക്കാക്കി മാറ്റുന്ന ഒരു കാലം വരും സഹാബ. അത് വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണേ. പിന്നെ സാധുക്കളായ ജനങ്ങൾക്ക് നീതി കിട്ടുകയില്ല. ആ പരമോന്നത നീതിപീഠത്തെ വിശ്വസിച്ച ജനങ്ങൾ നിരാശയോടെ മടങ്ങേണ്ടി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും. അത് വരുന്നതിന് മുമ്പ് ബാദിറൂ ബിൽ അമാൽ, നിങ്ങൾ അല്ലാഹുവിലേക്ക് അതിവേഗം ഇബാദത്തുമായി കുതിച്ചുയരണേ. നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? നീതിപീഠത്തിൽ നമുക്ക് നീതി കിട്ടോ? 18 വയസ്സ് 19 വർഷം വരെ എൻ്റെ മോളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നു, കഷ്ടപ്പെട്ട്, ഒരുത്തനോട് ഒളിച്ചോടിപ്പോയി. നീതിപീഠത്തിൽ പോകുമ്പം ആ നീതി ആർക്കാ കിട്ടുക? 18 വർഷം ജീവിച്ച ഉപ്പാക്കും ഉമ്മാക്കും ഇല്ല, ഇന്നലെ കണ്ട കോന്തന് അവൻ്റെ കൂടെ പോകാൻ വേണ്ടി അനുവാദം കൊടുക്കാൻ. എന്ത് നീതിയായത്? നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. 18 വർഷം ഈ ഒളിച്ചോടിപ്പോയി 18 വർഷം മാതാപിതാക്കളെ വഞ്ചിച്ചു പോയ പെണ്ണ് ഈ കാമുകനോടൊപ്പം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നിൽക്കുമെന്ന് ഉറപ്പുണ്ടോ? 18 വർഷം ജീവിച്ച് ഒളിച്ചോടിപ്പോയ പെണ്ണ് തീർച്ചയായും 2 വർഷത്തിനുള്ളിൽ അവനെയും വിട്ടിട്ട് വീണ്ടും ഒളിച്ചോടും. കാരണം ഒളിച്ചോടി ശീലമുണ്ട്. 18 വർഷം എന്നിട്ട് ഒളിച്ചോടുന്നവളാണെങ്കിൽ പിന്നെ 1 വർഷം കൊണ്ട് ജീവിച്ചങ്ങനെ ഒളിച്ചോടും. പക്ഷെ നമ്മുടെ സ്വന്തം മാതാപിതാക്കൾക്ക് നീതി കിട്ടുന്നുണ്ടോ? ആ മാതാപിതാക്കൾ നീതിക്ക് വേണ്ടിയാണ് നീതിപീഠത്തിന്റെ മുന്നിൽ പോകുന്നത്. ആ നീതിപീഠം നമുക്ക് വേണ്ടിയല്ല, അനുകൂലമായിട്ടല്ല വാദിക്കുന്നത്. നീതിപീഠം ആ കാമുകന് വേണ്ടി അവനോടൊപ്പം പോകാൻ വേണ്ടി അനുവദിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ കഴിയും? ഒരു വാപ്പ, അപ്പോൾ ഒരു ഉമ്മ, ഒരു അച്ഛൻ, ഒരമ്മ ആ ജഡ്ജിയുടെ മുന്നിൽ അദ്ദേഹം കാണത്തക്ക നിലയിൽ അവിടെ പൊട്ടിക്കരയുകയാണ്, കൈകാലുകൾ പിടിച്ച് നിലവിളിക്കുകയാണ്. എവിടെ നീതി? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീതി നഷ്ടപ്പെടുന്നതിന് മുമ്പ്, നീതിമാന്മാരെ കച്ചവടച്ചരക്കാക്കി മാറ്റുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇദാ ജാറൽ ഹുക്കാമു ഖുഹിതൽ മതർ, വിധിന്യായ കോടതി, നീതിന്യായ കോടതി നമുക്ക് അനുകൂലമല്ലാത്ത വിധി ഏതൊരു സാഹചര്യത്തിൽ അവർ പുറപ്പെടുവിക്കുന്നുവോ ഓർത്തുകൊള്ളുക, ഖുഹിതൽ മതർ, മഴ പിടിച്ചു വെക്കപ്പെടും, മഴ കിട്ടൂല. ഇനി മഴ പെയ്താലും അമ്ലത്തിന്റെ മഴയായിരിക്കും, രാസമഴയായിരിക്കും. ആ മഴകളാണ് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്ക് കിട്ടിയത്. എല്ലാം ഉണങ്ങി കരിഞ്ഞ് ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കാലവർഷത്തിൽ കിട്ടുന്ന മഴ കൊണ്ട് എല്ലാം നല്ല ഫലഭൂയിഷ്ടിയുള്ളതായി മാറും. ഇത് മുഴുവനും ഉണങ്ങി ചാമ്പലാവുകയാണ്. അമ്ലമഴ, രാസമഴ. ഖുഹിതൽ മതർ, മതർ പിടിച്ചു വെക്കും. വഇദാ ലഹറ സിന കസുറൽ മൗത്ത്, വ്യഭിചാരം, അശ്ലീലം അത് പരസ്യമായാൽ കസുറൽ മൗത്ത്, മരണം അധികരിക്കും. വഇദാ മുനിഅത്തിസ് സകാത്തു ഹലകത്തിൽ മാഷിയ, സകാത്ത് കൊടുക്കാൻ അർഹതയുള്ളവൻ അവന്റെ സമ്പത്ത് അവൻ പിടിച്ചു വെച്ചിട്ട് സകാത്ത് കൊടുക്കാതിരുന്നാൽ ഹലകത്തിൽ മാഷിയ, കാലികൾ, കന്നുകാലികൾ, മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങും. ലക്ഷക്കണക്കിന് മൃഗങ്ങളാ കേരളത്തിൽ ചത്തുപോയത്. ലക്ഷക്കണക്കിന് മൃഗങ്ങൾ കേരളത്തിൽ ചത്തൊടുങ്ങി. وَإِذَا تَعَدَّى عَلَى أَهْلِ ذِمَّةٍ كَانَتِ الدُّولَى, തന്റെ കീഴിലുള്ളവൻ, പിന്നോക്കക്കാരൻ, പാവപ്പെട്ടവൻ, ഒരു ഗതിയും പരഗതിയുമില്ലാത്തവന് ജനങ്ങൾ ഒന്നടങ്കം ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അടിച്ചോടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നാൽ കാനത്ത് ദൂല, ദാരിദ്ര്യത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. ദാരിദ്ര്യം ഉണ്ടാവും. ഇന്നലത്തെ നമ്മൾ കണ്ടു, ബാംഗ്ലൂരിൽ, കർണാടകയിൽ ഒരു പാവപ്പെട്ട പെണ്ണിനെ എല്ലാവരുടെ വിവസ്ത്രയാക്കി ഓടിക്കുകയാണ്, അടിച്ചൊല്ലാൻ. എന്ത് ന്യായം, എന്ത് നീതി ഇവിടെ? നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. മനുഷ്യർക്ക് വല്ല വിലയുണ്ടോ? എല്ലാവരും നോക്കി നിൽക്കുകയാണ്, എല്ലാവരും നോക്കിക്കാണുകയാണ്. ജീവന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു വൃദ്ധയായ ഒരു പാവപ്പെട്ട ഒരു മാതാവ്. നമ്മൾ ചിന്തിക്കണം സുഹൃത്തുക്കളെ, ഇതൊക്കെ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ എടുത്തുകൊണ്ട് മഹാന്മാർ പറയുന്നത് വെറുതെയല്ല. കാനത്തെ ദൂല, ഇപ്പോൾ രൂപ കൂപ്പുകുത്തുകയാണ്. ദാരിദ്ര്യം കൊണ്ട് മനുഷ്യൻ ബുദ്ധിമുട്ടുകയാണ്. എല്ലാത്തിനും അമിതമായ വിലയാണ്. വണ്ടി ഓടിക്കാനോ പെട്രോൾ ഒഴിക്കാനോ ഡീസൽ അടിക്കാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? കാനത്തെ ദൂല, തന്റെ കീഴിലുള്ളവരെ അടിച്ചമർത്തുമ്പോ അവിടെ ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കുമെന്നതാണ് ഈ ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്.